മുഖത്ത് നല്ല രീതിയിൽ കരിവാളിപ്പുണ്ട്. കുറേ നേരം വെയിലത്ത് നിന്നത് കാരണം നല്ലപോലെ വെയിലേറ്റ് സൺ ടാനും അടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൺ ടാൻ പൂർണ്ണമായി മാറ്റാനും മുഖം നല്ല രീതിയിൽ തിളക്കം കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണ് ഇപ്പം ഞാൻ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ നല്ല രീതിയിലൊരു മാറ്റം ഉണ്ടാവും. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡൾനെസ് അല്ലെങ്കിൽ ഒരു പ്രസരിപ്പില്ലായ്മ അതൊക്കെ മാറ്റി ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാക്കാണ്. പിന്നെ നിങ്ങൾക്കൊരു പാർട്ടി ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ടും ഈ ഒരു പാക്ക് നിങ്ങൾക്ക് യൂസ് ആക്കാം. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സംഘടിപ്പിക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് യൂസ് ആക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ കറക്റ്റായിട്ട് ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോയും കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒപ്പം ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. ഓക്കെ, പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രാവിലെയും വൈകുന്നേരവും AM PM സ്കിൻ കെയർ റുട്ടീൻ കറക്റ്റായിട്ട് ചെയ്യുക. എല്ലാ സ്റ്റെപ്സും ചെയ്തില്ലെങ്കിൽ പോലും ക്ലെൻസിങ്, മോയ്സ്ചറൈസിങ്, സൺ പ്രൊട്ടക്ഷൻ ഇത് നിങ്ങൾ മാക്സിമം ചെയ്യാനായിട്ട് നോക്കുക. അതോടൊപ്പം ഈ ഒരു ഫേസ് പാക്കും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇത് നിങ്ങൾ രാത്രി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. രാത്രിയിലത്തെ സ്കിൻ കെയറിൽ ഈ ഒരു ഫേസ് പാക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ നല്ല രീതിയിൽ പെട്ടെന്ന് മാറ്റം അറിയാനായിട്ട് പറ്റും. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ്. അത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കിട്ടുന്നതാണ്. വീട്ടിലുള്ള അരിപ്പൊടി എടുത്താൽ മതി. അരിപ്പൊടിയുടെ വീഡിയോസ് ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കമൻറ്റാണ്, ഇത് വറുത്തതാണോ പച്ചരിപ്പൊടിയാണോ എന്നൊക്കെ തന്നെ. ഇത് പച്ചരിപ്പൊടിയാണ്, ഞാൻ യൂസ് ചെയ്യുന്നത് വറുത്തതാണ്. നമുക്ക് വറുക്കാത്തത് വേണമെങ്കിലും യൂസ് ആക്കാം. പക്ഷെ അത് കുറേ നാൾ ഇരിക്കില്ല. നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം, എന്നാൽ പോലും വളരെ കുറച്ച് നാളെ ഇരിക്കുള്ളൂ. ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ്. ഇത് നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കത്തില്ലേ, അത്രയും സോഫ്റ്റായിട്ട് ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ്. നമ്മൾ കടയിൽ കൊടുത്തിട്ട് ഇങ്ങനെ വാങ്ങാൻ കിട്ടുമല്ലോ പാക്കറ്റിൽ, പത്തിരിപ്പൊടി എന്നൊക്കെ, അത് എടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലെങ്ങനെയാണോ പൊടിക്കുന്നത് അതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് തരിതരിപ്പൊന്നും ഇല്ലാതെ വീട്ടിലാണ് ചെയ്യുന്നതെങ്കിലും ഏറ്റവും ഫൈനായിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. വീട്ടിൽ ചെയ്തെടുക്കുന്നതാണെങ്കിൽ ഒന്ന് അരിച്ചും കൂടെ എടുക്കുക. അപ്പോഴേക്കും നല്ല ഫൈനായിട്ടുള്ള ഭയങ്കര നേർത്ത തരികൾ മാത്രമുള്ള അരിപ്പൊടി കിട്ടും. പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്ത ഉടനെ എടുത്ത് അപ്ലൈ ചെയ്യരുത്. കുറച്ച് നേരം കുതിരാനായിട്ട് വെക്കുക. അപ്പോൾ അരിപ്പൊടി നല്ലോണം സോക്കാകും. അതും നമുക്ക് നല്ലതാണ്. നമുക്ക് ഭയങ്കര കട്ടിയൊന്നും ഉണ്ടാവില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അടുത്തതായിട്ട് നമുക്ക് തേൻ വേണം. ഞാനിവിടെ പതഞ്ജലിയുടെ തേനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സേഫായിട്ട് നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു തേൻ നിങ്ങൾക്ക് യൂസ് ആക്കാം. ഇനി നിങ്ങൾക്ക് നാട്ടു തേൻ കിട്ടും, ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള തേൻ കിട്ടും എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നല്ലതാണ്, നന്നായിട്ട് സ്കിന്നിൽ വർക്കാകും. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടെങ്കിൽ അതും യൂസ് ആക്കാം. ഞാനിവിടെ കുറച്ച് തേൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി, ഒരുപാട് വേണ്ട. വളരെ കുറച്ച് തേൻ എടുത്താൽ മതി. അരിപ്പൊടി നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് പിങ്ക് ഗ്ലോയിങ് സ്കിൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് ലൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ഒക്കെ നമ്മുടെ സ്കിന്നിന് കൊണ്ടുവരാനായിട്ട് അരിപ്പൊടി നല്ലതാണ്. അടുത്തതായിട്ട് ഞാൻ കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കും. അതുപോലെ തന്നെ നമുക്കൊരു pH ബാലൻസ് ചെയ്യാനും എല്ലാത്തിനും നല്ലതാണ്. റോസ് വാട്ടറിൻ്റെ ഗുണങ്ങൾ ഞാനിവിടെ എണ്ണി പറയേണ്ട കാര്യമില്ല, അത്രയും എല്ലാവർക്കും അറിയാവുന്നതാണ്. കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തേൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. തേൻ എന്താ ചെയ്യുക, സ്കിന്നെ സോഫ്റ്റ് ആക്കും. അതുപോലെ തന്നെ നമുക്ക് സൂത്തൻ ചെയ്യും കേട്ടോ. നന്നായിട്ട് സ്കിന്നെ സൂത്തൻ ചെയ്യും. ലോങ് ട്രാവലൊക്കെ കഴിഞ്ഞ് വരികയാണ്, നന്നായിട്ട് സ്കിൻ ഡാമേജ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹീൽ ചെയ്യാനും സെറ്റിൽ ആവാനും ഒക്കെ നമുക്ക് തേൻ വളരെയധികം നല്ലതാണ്. അടുത്തതായിട്ട് നമ്മൾ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, റോസ് വാട്ടർ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി. നല്ല കട്ട തൈര് ഒരല്പം മാത്രം 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് തൈര് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എത്ര നാൾ കൊണ്ട് ഉണ്ടായ സൺ ടാൻ ആയാലും തൈര് ഒരു 1 വീക്ക് യൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 5 ദിവസമോ 4 ദിവസമോ ഒക്കെ യൂസ് ആക്കിയാൽ മതി. അങ്ങനെ യൂസ് ചെയ്താൽ പോലും നല്ല മാറ്റം അറിയാനായിട്ട് പറ്റും. അതിപ്പം ഫെയർ സ്കിന്നാണോ ഡാർക്ക് സ്കിന്നാണോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് ദൈവം തന്ന സ്കിന്ന് നന്നായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്നത് വെയിലേറ്റിട്ട് നമുക്ക് മുഖത്തൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. അത് നമ്മുടെ ഫേസിൽ മുഴുവനായിട്ടുണ്ടാവും. സൺ ടാൻ പിഗ്മെൻറ്റേഷൻ അത് നല്ല രീതിയിൽ ഡള്ളായിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരു 4 ദിവസം വെച്ചിട്ട് അപ്ലൈ ചെയ്ത് നോക്കൂ. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. ഒരു 1 മന്ത് കഴിയുമ്പോൾ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും വെയിലത്ത് സൺസ്ക്രീൻ ഇടാണ്ട് പോകരുത്. പിന്നെ ഒരു ഗുണം ഉണ്ടാവില്ലല്ലോ.
ഉണ്ടല്ലോ, നമുക്ക് ഓൾറെഡി സ്കിന്നിൽ ടാൻ ഉണ്ട്, അത് കാരണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് ഇത് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും സൺ ടാൻ കൂട്ടാനായിട്ട് സൺസ്ക്രീൻ ഇല്ലാത്ത നല്ല വെയിലത്ത് പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് ഒരു ഗുണമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പാക്കൊക്കെ യൂസ് ആക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിലും നല്ല വെയിലത്ത് പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ആക്കുക. അതല്ല നിങ്ങൾ വലുതായിട്ട് വെയിലൊന്നും കൊള്ളുന്നില്ല, ഒരു 5 മിനിറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അതിൽ കൂടുതലൊക്കെ വെയിൽ കൊള്ളുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ആക്കുക. പിന്നെ മാക്സിമം വെയിൽ കൊള്ളുന്ന സാഹചര്യം ഒഴിവാക്കുക. എനിക്കറിയാം എല്ലാവർക്കും അത് പറ്റില്ല, എന്നിരുന്നാലും പറ്റുന്നവരൊക്കെ അത് അവോയ്ഡ് ചെയ്യുക. മാക്സിമം ഫേസ് കവർ ചെയ്യുക. സൺസ്ക്രീൻ ആയാലും അതൊരു ക്രീമാണല്ലോ, അപ്പോൾ അതെല്ലാവർക്കും സെറ്റ് ആവില്ല. ചിലർക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാനേ പറ്റില്ല, ഒരു ക്രീംസ് മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ മാക്സിമം വെയിൽ കൊള്ളുന്നത് കുറയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു പാക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കി വരിക, ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് യങ് ഗ്ലോയിൽ തന്നെ കുറേ കാലം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതൊക്കെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ച് ചെയ്യാൻ പറ്റുന്നതല്ലേ. സോ നമുക്കിതിൽ വലിയ എക്സ്പെൻസ് ഒന്നുമില്ല, പിന്നെ ഒരുപാട് കാശ് ചിലവാക്കിയാൽ മാത്രമേ സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും വിചാരിക്കരുത്. ഇത് നന്നായിട്ട് റിസൾട്ട് തരുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു 4 ദിവസം വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളഞ്ഞോളൂ. സ്ക്രബൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 10 മിനിറ്റ് ഒക്കെ വെച്ചിരിക്കുക, അപ്പോഴേക്കും ഒന്ന് ഡ്രൈ ആകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് റോസ് വാട്ടറോ സാധാരണ പച്ചവെള്ളമോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു നനവ് കിട്ടും. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നിറയെ വെള്ളം തളിച്ചു കൊടുത്ത് വാഷ് ചെയ്താൽ മതി, കഴുകി കളഞ്ഞാൽ മതി. അങ്ങനെ ചെയ്തു കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 1 മന്ത് കഴിയുമ്പം നല്ലൊരു മാറ്റം അറിയാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് മഞ്ഞൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ആണെന്നുണ്ടെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിലും കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തൈര് അല്ലെങ്കിൽ തേന്, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സ്കിന്നിന് സ്യൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റുക. പക്ഷെ അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും കൂടെ ചേർക്കുക. തൈരിന് പകരമായിട്ട് നിങ്ങൾക്ക് പാല് ചേർക്കാം, അലോവേര ജെല്ല് ചേർക്കാം, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. കഞ്ഞിവെള്ളം വരെ നമുക്ക് യൂസ് ആക്കാം. അങ്ങനെ ഞാൻ മുഖത്ത് മുഴുവനും പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്തതാണ്. ജസ്റ്റ് ഒരു സിമ്പിൾ ഫേസ് വാഷ്, വെറും വെള്ളത്തിൽ മാത്രം കഴുകിക്കളഞ്ഞാൽ മതി. സ്കിൻ ബ്രൈറ്റ് ആവാനും ഗ്ലോ തരാനും എല്ലാത്തിനും സഹായിക്കുന്നതാണ്. നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റ് ആകും എന്നാണ് ഞാൻ പറയുന്നത്, വൈറ്റ് ആകും എന്നല്ല. സോ കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് നമുക്കൊരിക്കലും നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കി കൊണ്ടുവരാനല്ലേ പറ്റുള്ളൂ. അത് മതിയല്ലോ, അല്ലാതെ വേറൊരാളുടെ സ്കിന്നൊന്നും ആർക്കും വേണ്ട. ആരും അത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഭംഗിയും ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഉറപ്പായി നിങ്ങളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ, സിമ്പിളാണ്, കഴിഞ്ഞു കാര്യം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.